സെക്കൻഡ് സെമസ്റ്റർ എം.കോം വിദ്യാർത്ഥികൾക്ക് 2025 മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്ന പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുമുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ് അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ ഫൈൻഡ് ഔട്ട് ദി എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി ആൻഡ് ദി നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് ഇൻ എ ഇയർ. ആനുവൽ കൺസംഷൻ 120 യൂണിറ്റ്സ്, ബൈയിങ് കോസ്റ്റ് പെർ ഓർഡർ ₹20, പ്രൈസ് പെർ യൂണിറ്റ് ₹100, സ്റ്റോറേജ് ആൻഡ് ക്യാരിയിങ് കോസ്റ്റ് ആസ് പെർസെൻറ്റേജ് ഓഫ് ആവറേജ് ഇൻവെൻട്രി 12%. ഓക്കെ, അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി. ഇതിന് നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നതാണെന്ത്? EOQ എന്ന് പറയും. EOQ ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? EOQ ഈസ് ഈക്വൽ ടു √2CO ഡിവൈഡഡ് ബൈ I ആണ്. ഇവിടെ ഇക്വേഷൻ പല രൂപത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അത് എല്ലാം സെയിം തന്നെയാണ്, പക്ഷേങ്കിൽ ഇതിൽ കൊടുക്കുന്ന ലെറ്ററുകൾ മാറ്റമുണ്ടാകും. അതായത് EOQ ഈസ് ഈക്വൽ ടു 2CO ഡിവൈഡ് ബൈ I ആണ്. C എന്ന് പറയുന്നത് ആനുവൽ കൺസംഷൻ ആണ്. O എന്ന് പറയുന്നത് ഓർഡറിംഗ് കോസ്റ്റ് ആണ്. ഇനി I എന്ന് പറയുന്നത് ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ഇയർ ആണ്. ഓക്കെ, ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓർഡറിംഗ് കോസ്റ്റ് തന്നിട്ടുണ്ട്, ആനുവൽ കൺസംഷൻ തന്നിട്ടുണ്ട്. ആനുവൽ കൺസംഷൻ എത്രയാണ്? 120 ആണ്. ഇനി ഓർഡറിംഗ് കോസ്റ്റ്, അതായത് ബൈയിങ് കോസ്റ്റ് പെർ ഓർഡർ എത്രയാണ്? 20 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? EOQ ഈസ് ഈക്വൽ ടു √2CO, അതായത് √2 × 120 × 20 വരും. ഇനി I ആണ് നമുക്കറിയേണ്ടത്. I എന്ന് പറയുന്നത് എന്താണ്? ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ഇയർ ആണ്. അതായത് ടോട്ടൽ പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണ്? 100 ആണ്. ടോട്ടൽ പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണ്? 100 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാരിയിങ് കോസ്റ്റ് വരും എങ്ങനെയാണ്? 12% ഓഫ് 100 ആണ്. ഓക്കെ, 12% ഓഫ് 100 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 12 എന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ ഡിവൈഡ് ബൈ 12, അതായത് √4800 ഡിവൈഡ് ബൈ 12, അതായത് √400, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 20 യൂണിറ്റ്സ് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നമ്മളോട് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണ്? നമ്പർ ഓഫ് ഓർഡേഴ്സ് റിക്വയർഡ് ആണ്. നമ്പർ ഓഫ് ഓർഡേഴ്സ് റിക്വയർഡ് എന്നത് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? നമ്മുടെ ടോട്ടൽ കൺസംഷൻ ഡിവൈഡ് ബൈ EOQ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആനുവൽ കൺസംഷൻ ഡിവൈഡഡ് ബൈ EOQ കണ്ടു കഴിഞ്ഞാൽ ഓർഡറിംഗ് നമ്പർ ഓഫ് ഓർഡേഴ്സ് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു, അതായത് 120 ഡിവൈഡ് ബൈ 20, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 60 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.